ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് നാളായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. അലോവേര ജെല്ല് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അലോവേര ജെല്ല് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ ചേർക്കാനുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തിരഞ്ഞ് എൻ്റെ ഒരുപാട് വന്നു, ഇതുവരെയും കിട്ടിയില്ല. അതാണ് നമുക്ക് ഇത്രയും ലേറ്റ് ആയത്. പക്ഷെ എനിക്ക് ഒരുപാട് അന്വേഷിച്ചു, നമുക്ക് ആ ഒരു സംഭവം കിട്ടാനില്ല. പകരം നമുക്ക് ചേർക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അലോവേര ജെല്ല് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പക്ഷെ എനിക്ക് നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. എന്നാലും പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് കടലിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ അലോവേര ജെല്ല് തയ്യാറാക്കാനായിട്ട് പറ്റും. അപ്പം മാക്സിമം നമുക്ക് ഒരു മന്തൊക്കെ നോർമൽ ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ ഒരു 3 മന്തൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. അപ്പം നിങ്ങൾ തയ്യാറാക്കുമ്പോൾ, ഫ്രിഡ്ജ് ഇല്ലാത്തവർ തയ്യാറാക്കുമ്പോൾ ഏകദേശം ഒരു 1 മന്തിന് വേണ്ടിയിട്ടുള്ളത് തയ്യാറാക്കാനായിട്ട് നോക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അലോവേരയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കേണ്ട. അപ്പോൾ എങ്കിലും നമുക്ക് പറയാം, നമുക്ക് ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, സ്കിന്നിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ്. അപ്പോൾ നമുക്ക് താരനുണ്ടെങ്കിൽ മാറാനും, മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ യൂസ് ചെയ്യാം. മുടി നല്ല സ്മൂത്ത് ഷൈനും ആവാനൊക്കെ യൂസ് ചെയ്യാം. അപ്പൊ ഇത് നാച്ചുറൽ ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന അലോവേര ജെല്ലല്ലേ, അപ്പൊ ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ അലോവേര ജെല്ല് അലർജി ഉള്ളവരൊക്കെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 90% പേർക്കും സ്യൂട്ട് ആവാനാണ് ചാൻസ്. പിന്നെ 10% പേര് നമുക്ക് മാറ്റി നിർത്തണം. കാരണം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, ഓരോരുത്തരുടെ സ്കിന്നിന്റെ ടൈപ്പും ടെക്സ്ചറും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ റിസൾട്ടും ഡിഫറെന്റ് തന്നെ ആയിരിക്കും. പിന്നെ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ യൂസ് ചെയ്യണമെങ്കിൽ നല്ല ക്ലിയർ ഗ്ലാസ് സ്കിൻ കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഫേസ് പാക്ക് മിക്സ് ചെയ്യുമ്പോൾ എടുക്കാം, സിറം തയ്യാറാക്കുമ്പോൾ, ക്രീം തയ്യാറാക്കുമ്പോൾ അതിനൊക്കെ നമ്മൾ അലോവേര ജെല്ല് എടുക്കില്ല. അപ്പൊ നമുക്ക് കാശ് കൊടുത്ത് അലോവേര ജെല്ല് വാങ്ങുന്നേക്കാളും ഒക്കെ നല്ലത് എന്തായാലും നമ്മൾ കാശ് കൊടുത്ത അലോവേര ജെല്ലിൽ പ്രിസർവേറ്റീവ് ഇല്ലാണ്ട് ഒരിക്കലും അത് അത്രയും ക്രീമി ആയിട്ട് അത്രയും ലോങ് ലാസ്റ്റിംഗ് വർഷങ്ങളോളം കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അതിനകത്ത് എന്തായാലും പ്രിസർവേറ്റീവ് ഉണ്ടാവും, കെമിക്കൽ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഇതൊന്നും തന്നെ ഇല്ലാതെ വളരെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ വീട്ടിൽ എങ്ങനെ അലോവേര ജെല്ല് തയ്യാറാക്കാന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇത് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മോയ്സ്ചറൈസർ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു അലോവേര ജെല്ല് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്തായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അലോവേര ജെല്ല് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരും. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാമെങ്കിലാണ് പുതിയ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വീഡിയോസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് അലോവേരയുടെ ലീഫാണ്. അപ്പോൾ ഞാൻ ഏകദേശം 3 എണ്ണം അത്യാവശ്യം നല്ല വലിപ്പത്തിലുള്ള അലോവേര ലീഫും പിന്നെ ഒരു കുറച്ച് ചെറിയ പീസും അലോവേരയുടെ ലീഫും എടുത്തിട്ടുണ്ട്. അപ്പോൾ 3 എണ്ണം അത്യാവശ്യം വലുതും ബാക്കിയുള്ളൊരു 3-4 എണ്ണം ചെറുതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏകദേശം വലിയ ലീഫാണെന്നുണ്ടെങ്കിൽ ഒരു 4 എണ്ണം കണക്ക് കൂട്ടിയാൽ മതി. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട്. നിങ്ങൾ അധികം എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയിൽ ഡിഫറൻസ് വരുത്താം. കുറവാണ് എടുക്കണമെങ്കിൽ അതിനനുസരിച്ച് ഡിഫറൻസ് വരുത്താം. അപ്പോൾ അലോവേര ലീഫ് എടുത്ത് ഒരു ദിവസം മുഴുവനും കുത്തിച്ചാരി വെച്ചതിന് ശേഷം അതിൽ ആ മഞ്ഞ കറയൊക്കെ പോയി നന്നായിട്ട് അതിനെ കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ അരികുണ്ടല്ലോ, അരികെല്ലാം നന്നായിട്ട് മുള്ളൊക്കെ ചെത്തിക്കളഞ്ഞ് ലീഫിൻ്റെ ഉള്ളിലുള്ള നമ്മൾ ആ ഒരു ജെല്ല് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതിന് ഞാൻ ഇതേപോലെ മുകളിൽ ഉള്ള പച്ച കളറിലുള്ളത് തൊലിയൊക്കെ മാറ്റി ലീഫിന് മൊത്തം ഉള്ളിലുള്ള ജെല്ല് മാത്രമാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി എടുക്കണം. ഞാൻ ഏകദേശം ഒരു 2-3 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. കാരണം അലർജി ഒരിക്കലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇത്രത്തോളം കെയർ ചെയ്ത് ചെയ്യാനുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകി നന്നായിട്ട് ഒരു 3 വെള്ളമെങ്കിലും കഴുകി നന്നായിട്ട് ഊറ്റിയെടുത്ത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ച് മഷിയാക്കി എടുക്കണം. അപ്പോൾ നല്ല വെള്ളം പോലെ നമുക്ക് അരഞ്ഞ് കിട്ടും. അതിനെ നമ്മൾ അരിപ്പയിലിട്ട് അരിച്ച് വേണം എടുക്കുക, അല്ലെങ്കിൽ പത വരുമ്പോൾ നമുക്കൊരു ലുക്കില്ലാതെ വരും കേട്ടോ. അരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ അരിച്ചെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിനകത്തുള്ള എന്തെങ്കിലും വേസ്റ്റും പച്ച കളറിൽ എന്തെങ്കിലും നമുക്ക് അതിനകത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് നല്ലതാണ് അരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് ഫുള്ളായിട്ട് അരച്ച് കട്ടകൾ വരുമ്പോൾ വീണ്ടും അരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ അത് മൊത്തത്തിൽ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇത്രത്തോളം അലോവേര ജെല്ല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയാണ് എടുത്തതെങ്കിൽ ഇങ്ങനെ എടുക്കാം. ഇതിലും കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിറ്റമിൻ ഇയുടെ എടുക്കാം. കുറവ് ക്വാണ്ടിറ്റി ആണെങ്കിലും 2 എണ്ണം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ കുറവാണെങ്കിലും ഒരു ലീഫാണ് എടുക്കണമെങ്കിൽ പോലും നിങ്ങൾക്ക് 2 എണ്ണം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അതിന് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്കിത് ജെൽ കൺസിസ്റ്റൻസിയിലാവാൻ
ആവാൻ വേണ്ടിയിട്ട്, അലോവേര ജെല്ലിൻ്റെ ജെൽ കൺസിസ്റ്റൻസിയിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ജെലാറ്റിനാണ് ചേർക്കുന്നത്. ഇത് നമുക്ക് എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്, ഈസി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിന് പകരം നമ്മൾ അഗർ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങാൻ കിട്ടും. അത് കിട്ടുവാണെങ്കിൽ പക്ക നമുക്ക് കടകളിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കിട്ടും. അപ്പോൾ ഞാൻ ഇത്രയും അലോവേര ജെല്ലിന് 1 ടേബിൾ സ്പൂൺ ജെലാറ്റിനാണ് എടുത്തേക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ജെലാറ്റിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് കട്ടി കൂടിപ്പോവും. ഇതിനെ നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്ത് വേണം മെൽട്ടാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഡബിൾ ബോയിലിംഗ് ചെയ്ത് മെൽട്ടാക്കാനായിട്ട് കുറച്ച് അലോവേര ജെല്ലിനെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് ഈ ഒരു ചെറിയ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തു. അപ്പോൾ ഇതേപോലെ നമുക്ക് നന്നായിട്ട് മെൽട്ടായി കിട്ടും. അപ്പം അഗറാണെങ്കിൽ നമുക്ക് ഇതേപോലെ മെൽറ്റ് ചെയ്യുന്നു വേണ്ട, ജസ്റ്റ് പീസാക്കി മുറിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ആ ജെലാറ്റിനൊന്ന് അലോവേര ജെല്ലിനെ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്ത് നന്നായിട്ട് മെൽറ്റ് ചെയ്തതിന് ശേഷം ഈ അലോവേര ജെല്ല് നമ്മൾ ജ്യൂസാക്കി വെച്ചേക്കുന്ന ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം നമ്മളിത് മിക്സിങ്ങിൽ വളരെ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. കാരണം നമുക്കിത് എല്ലായിടത്തും ഒരേപോലെ മിക്സ് ആയി കിട്ടണം കേട്ടോ, എങ്കിലേ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടും. പിന്നെ ഒരുപാട് ഇത് നമുക്ക് ജെലാറ്റിൻ ചേർക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നമ്മൾ ഫുഡിൽ ചേർക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണലി യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതിനെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത പച്ചവെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കുക. ഇറക്കി വയ്ക്കുമ്പോൾ വെള്ളത്തിനകത്ത് മുങ്ങി പോകരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കും നമുക്ക് സ്റ്റോർ ചെയ്യണമല്ലോ. ഫ്രിഡ്ജ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ നല്ല തിക്കായിട്ട് കിട്ടും. ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഇതേപോലെ ഇറക്കി വയ്ക്കുക 2 മണിക്കൂർ. അപ്പോൾ നമുക്ക് ഇതേപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ജെൽ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും കേട്ടോ അലോവേര ജെല്ല്. അപ്പോൾ അതിനെ നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യണതിന് മുന്നേ ആയിട്ട് നമ്മൾ ഇതിലേക്ക് എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ റോസിപ്പ് ഓയിൽ ഉണ്ടായിരുന്നു, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഒഴിച്ചു കൊടുത്തത്. പക്ഷേ നിങ്ങൾ മിക്സ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒഴിക്കുക, എന്നിട്ട് മിക്സ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പിന്നെയാണ് അതിൻ്റെ കാര്യം ഓർമ്മിച്ചത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ചെയ്തു കൊടുക്കുക. അപ്പോൾ പിന്നെ ഇത് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വെള്ളം, അതായത് ലൂസ് കൺസിസ്റ്റൻസിയിൽ ഇതാവും. കാരണം നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവ് കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, ഒരു കെമിക്കലില്ല, പാരബനില്ല, മിനറൽ ഓയിൽസ് ഇല്ല, അങ്ങനെ ഒന്നും തന്നെ യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുറമേ വയ്ക്കുമ്പോൾ ആ ഒരു ചെറിയൊരു വാട്ടറി കൺസിസ്റ്റൻസി ആവും. അത് പ്രശ്നമൊന്നുമില്ല, സാധാ അലോവേര ജെൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇതും യൂസ് ചെയ്യാം. അപ്പോൾ നല്ല രീതിയിൽ എസൻഷ്യൽ ഓയിൽ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ മതി കേട്ടോ, ഇല്ലെങ്കിൽ നിർബന്ധമൊന്നുമില്ല. പിന്നെ അതേമാതിരി നിങ്ങൾക്ക് ഇതിനെ മിക്സ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, അതേമാതിരി കട്ടകളായിട്ട് ഒരു ടിന്നിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് ഇതിനെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. വീണ്ടും ഫ്രിഡ്ജിൽ വയ്ക്കുന്ന സമയത്ത് ഇത് വീണ്ടും കട്ടയാവും, അതുകൊണ്ടാണ്. അപ്പം ഫ്രിഡ്ജ് ഇല്ലാത്തവരാണെങ്കിൽ ഇതിനെ മിക്സ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആവശ്യത്തിന് മാത്രം അതിൽ നിന്ന് കോരി, നമ്മുടെ ആവശ്യത്തിന് മാത്രം അതിൽ നിന്ന് കോരി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, അടിപൊളി അലോവേര ജെല്ലാണ്, യാതൊരുവിധ പ്രിസർവേറ്റീവും ഇല്ല, എല്ലാവർക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. ഒരു സ്പൂണും ഇട്ട്, പിന്നെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന കണ്ടെയ്നറിനകത്ത് ജലാംശമൊന്നും ഉണ്ടാകാൻ പാടില്ല, എയർ ടൈറ്റ് ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ അലോവേര ജെല്ല് തയ്യാറായി കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് യൂസ് ചെയ്യുന്ന വിധം നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അലോവേര ജെൽ തയ്യാറാക്കി എന്നുള്ള കാര്യം. അപ്പോൾ ഇതുപോലൊരു ഞാൻ അത്യാവശ്യം കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളിത് എന്താ പറയുക, ജെലാറ്റിൻ ഞാൻ പറഞ്ഞ മാതിരി ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു കട്ടി കുറച്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ജെലാറ്റിൻ കൂടുതൽ ചേർത്താൽ കട്ടി കൂടിപ്പോവും. പിന്നെ നമ്മളിത് പുറത്ത് വെച്ച് സ്റ്റോർ ചെയ്ത് കഴിയാൽ ചെറിയൊരു ലൂസ് ഫോം ആവും, അതായത് അത്രത്തോളം കട്ടി ഉണ്ടാവില്ല. പുറത്ത് നോർമൽ ടെമ്പറേച്ചറിലാണ് സൂക്ഷിക്കണമെങ്കിൽ എങ്കിലും നമുക്ക് അലോവേര ജെല്ലിന്റെ അതേ ബെനിഫിറ്റും അതേ ഗുണങ്ങളും തന്നെയാണ് കിട്ടുന്നത്. കാരണം നമ്മൾ ഇതിനകത്ത് പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ല. മറ്റുള്ള അലോവേര ജെല്ല് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ പ്രിസർവേറ്റീവ് ഒക്കെ ചേർക്കുമ്പോൾ അങ്ങനെയാവും, അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് യാതൊരുവിധ പ്രിസർവേറ്റീവും ചേർത്തിട്ടില്ല കണ്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ അലോവേര ജെല്ല് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അലോവേര ജെല്ലാണ്. നമുക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി 1 മാസം വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്തേക്ക് നമ്മുടെ ജെലാറ്റിൻ അല്ലെങ്കിൽ അഗർ അപ്പൊ നമ്മൾ ഇത്രയും നാളും തപ്പിയിടുന്നത് അഗറാണ്, അത് നമുക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഒരുപാട് അന്വേഷിച്ചു. ഒരു കടയിൽ, നമ്മൾ സ്ഥിരം സാധനം മേടിക്കുന്ന കടയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് അവർ നോക്കി അവർക്കും കിട്ടിയില്ല.
അപ്പോൾ വിചാരിച്ച് എന്തായാലും ജെലാറ്റിൻ വെച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത്. പക്ഷെ അഗരഗർ എന്ന് പറയുന്ന സംഭവം ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ ഷീറ്റ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. അത് ജസ്റ്റ് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. പക്ഷെ അത് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പക്ക നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ എല്ലാ കൺസിസ്റ്റൻസിയിൽ കിട്ടുകയും ചെയ്യും. നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നില്ല, മെൽറ്റ് ചെയ്ത് ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണ്, ഉപകാരമുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക. അപ്പൊ നമുക്ക് എല്ലാവരുടെ സ്കിൻ ടൈപ്പിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ നാച്ചുറൽ ആയിട്ട് തയ്യാറാക്കുന്നതാണ്. പ്രിസർവേറ്റീവ് ഒന്നുമില്ല, കെമിക്കൽസ് ഒന്നുമില്ല, പാരബൻ ഇല്ല, മിനറൽ ഓയിൽ അങ്ങനെ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഡിഫറൻസ് എന്തായാലും അറിയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിസർവേറ്റീവ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും പറയാനുള്ള പോലെ തന്നെ മാക്സിമം കെമിക്കൽ ഫ്രീ ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് നോക്കാൻ പറയും, പാരബൻ ഫ്രീ ആയിട്ടുള്ളത് വാങ്ങാനായിട്ട് നോക്കാൻ പറയും. അപ്പൊ അങ്ങനെയുള്ള കമ്പനികൾ വാങ്ങാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. ഇതിനൊന്നും പറ്റാത്തവർക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കിയ പോലെ തന്നെ അലോവേര ജെൽ ഉണ്ടാക്കാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. ഞാൻ പറഞ്ഞ മാതിരി ഫ്രിഡ്ജിലാണെങ്കിൽ 3 മാസം വരെയൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നോർമൽ ടെമ്പറേച്ചറിലാണെങ്കിൽ 1 മന്ത് വരെ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ സാധാരണ എടുക്കുന്ന മാതിരി തന്നെ അലോവേര ജെല്ലാണ്. പിന്നെ ഇത് കുറച്ച് ലൂസാക്കി എടുക്കാം നമുക്ക്. അപ്പം നമുക്ക് തലയിൽ സ്പ്രേ ചെയ്ത് സ്പ്രേ ബോട്ടിലാക്കാനായിട്ട് പറ്റും, സിറം തയ്യാറാക്കാനായിട്ട് പറ്റും, ഫേസ് പാക്കിൽ മിക്സ് ചെയ്യാം, ഫേസ് ക്രീമിൽ മിക്സ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഫേസ് ക്രീം ഉണ്ടാക്കില്ലേ, അപ്പൊ അതിൽ മിക്സ് ചെയ്യാനായിട്ട് ഈ അലോവേര ജെല്ല് എടുക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ എല്ലാവരുടെ വീടിന്റെ മുറ്റത്തും ഉണ്ടാവും അലോവേര ലീഫ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്വന്തം വീട് മുറ്റത്തുള്ള അലോവേര ജെല്ല് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാശ് വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലേ. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും